ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കർത്താവ് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുന്നു. ഭവനത്തെ പ്രതി, നമ്മുടെ ഭവനത്തെ പ്രതി എന്ന് പറഞ്ഞാൽ വീടിനെ പ്രതിയല്ല, നമ്മുടെ ശരീരത്തെ പ്രതി. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ താല്പര്യം, നമ്മുടെ താല്പര്യം എന്താണെന്ന് നമ്മുടെ ഭവനങ്ങളെക്കുറിച്ചുള്ള താല്പര്യമാണ്. നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചല്ല നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെക്കുറിച്ചുള്ള പഠനമാണ്. അല്ലേ? ആണോ താല്പര്യം? ഹല്ലേലൂയ. തൊട്ടടുത്ത വീട്ടിലെ കൊച്ചിന് എല്ലാം A+ കിട്ടുന്നതെന്ന് പ്രാർത്ഥിക്കുന്ന ഏത് അമ്മച്ചി ഇവിടെ ഉണ്ട്? കൈയൊക്കി. കർത്താവേ, എൻ്റെ മകന് എല്ലാ A+ ആയിരിക്കണം, അവിടുത്തെ കൊച്ചിന് ഒരു A+ കുറയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയാണ്, സഭ ഇത് തകർന്നു കിടക്കുക. ഈ കാലഘട്ടത്തിൽ സഭ തകർന്നു കിടക്കുകയല്ലേ? സഭ തകർന്നു കിടക്കുമ്പോൾ സ്വന്തം ഭവനത്തെക്കുറിച്ചും സ്വന്തം മക്കളെക്കുറിച്ചും സ്വന്തം ഭാവി ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ വ്യഗ്രചിത്തരാണെങ്കിൽ നിങ്ങൾ പണിതുയർത്തേണ്ടത് നിങ്ങളുടെ ഭവനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ശരീരമാകുന്ന ഭവനങ്ങളെയാണ് പണിത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഭവനങ്ങൾ പണിതുയർത്തുമ്പോൾ ആ ഭവനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ത് പണിതുയർത്തുന്നത്? സഭയാകുന്ന ദേവാലയം പണിതുയർത്തുന്നത്. ഹല്ലേലൂയ. സഭയാകുന്ന ഓരോ കുടുംബങ്ങളും നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ പണിതുയർത്തുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സഭയാണ് പണിതുയർത്തുന്നത്. ഹല്ലേലൂയ.